ഉഹ്ദ് യുദ്ധം. ക്രിസ്തുവർഷം 625. അതിനുശേഷം നടന്ന ഉഹ്ദ് യുദ്ധത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഉഹ്ദ് യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. മദീനയുടെ വടക്കുഭാഗത്ത് ഉയർന്നുനിന്നിരുന്ന ഉഹ്ദ് പർവ്വതം. അവിടെ നടന്ന ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായി മാറുകയായിരുന്നു. ഇത് വെറും രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല. വിശ്വാസം, അനുസരണം, ത്യാഗം, ക്ഷമ ഇവയെല്ലാം പരീക്ഷിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിനു ശേഷം മുസ്ലിംകളും ഖുറൈശികളും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചിരുന്നില്ല. ബദർ യുദ്ധത്തിൽ മുസ്ലിംകൾ നേടിയ വിജയത്തിനു ശേഷം ഖുറൈശികൾ പ്രതികാരത്തിനായി തയ്യാറെടുത്തു. അബൂ സുഫ്യാന്റെ നേതൃത്വത്തിൽ വലിയൊരു ഖുറൈശി സൈന്യം മദീനയിലേക്ക് നീങ്ങി. ഏകദേശം 3000-ഓളം സൈനികർ അവരോടൊപ്പമുണ്ടായിരുന്നു. കുതിരപ്പടയും ആയുധങ്ങളും കവചങ്ങളും ഉൾപ്പെടെ അവർ യുദ്ധത്തിനായി തയ്യാറായിരുന്നു. മദീനയിൽ ഈ വാർത്ത എത്തിയപ്പോൾ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി ആലോചിച്ചു. മദീനയ്ക്കുള്ളിൽ നിന്ന് പ്രതിരോധിക്കണമോ അതോ നഗരത്തിന് പുറത്തേക്ക് പോയി ശത്രുവിനെ നേരിടണമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. ആലോചനകൾക്ക് ശേഷം മദീനയ്ക്ക് പുറത്തേക്ക് പോയി പോരാടാൻ തീരുമാനമായി. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ഏകദേശം 1000-ഓളം മുസ്ലിംകൾ ഉഹ്ദിലേക്ക് പുറപ്പെട്ടു. എന്നാൽ വഴിയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈയിന്റെ നേതൃത്വത്തിൽ ഏകദേശം 300-ഓളം പേർ സൈന്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം ഏകദേശം 700-ആയി കുറഞ്ഞു. എങ്കിലും അവർ മുന്നോട്ട് നീങ്ങി. ഉഹ്ദ് പർവ്വതത്തിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ക്രമീകരിച്ചു. ഒരു ചെറിയ കുന്നിനു മുകളിൽ അമ്പെയ്ത്തുകാരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. അവരുടെ ചുമതല വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകി. ഞങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങളുടെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് മാറരുത്. യുദ്ധം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ മുസ്ലിം സൈന്യം ശക്തമായി മുന്നേറി. ഖുറൈശി സൈന്യത്തിന് വലിയ സമ്മർദ്ദം നേരിടേണ്ടിവന്നു. യുദ്ധഭൂമിയിൽ ഖുറൈശികൾ പിന്നോട്ടു പോകുന്നതായി തോന്നി. അത് കണ്ട ചില അമ്പെയ്ത്തുകാർ തങ്ങളുടെ സ്ഥാനം ഉപേക്ഷിക്കാൻ തുടങ്ങി. യുദ്ധം വിജയിച്ചതായി കരുതി അവർ താഴേക്ക് ഇറങ്ങി. എന്നാൽ അവരുടെ കമാൻഡർ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ അവരെ തടയാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം മറക്കരുതെന്നും ഇവിടെ തന്നെ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ പലരും താഴേക്ക് ഇറങ്ങി. ഈ അവസരം മുതലെടുത്ത് ഖുറൈശി കുതിരപ്പടയുടെ നേതാവായിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ്, അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, മുസ്ലിം സൈന്യത്തിന്റെ പിന്നിലേക്ക് ആക്രമണം നടത്തി. യുദ്ധത്തിന്റെ സ്ഥിതി പെട്ടെന്ന് മാറി. മുസ്ലിം സൈന്യം ആശയക്കുഴപ്പത്തിലായി. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെന്ന് കരുതി. ആ വാർത്ത യുദ്ധഭൂമിയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എന്നാൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെയുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നിരവധി സഹാബികൾ മുന്നോട്ട് വന്നു. അലി ഇബ്നു അബീ താലിബ്, അബൂ ദുജാന്, തൽഹ ഇബ്നു ഉബൈദില്ലാഹ് തുടങ്ങിയ നിരവധി സഹാബികൾ ധീരമായി പോരാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തിലും മുറിവുകളുണ്ടായി. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സഹാബികൾ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി. അവരിൽ ഒരാളായിരുന്നു മുസബ് ഇബ്നു ഉമൈർ റദിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ശക്തമായി പോരാടി. അവസാനം അദ്ദേഹം രക്തസാക്ഷിയായി. മുസ്ലിംകൾക്ക് ഉഹ്ദിൽ വലിയ നഷ്ടമുണ്ടായി. ഏകദേശം 70-ഓളം മുസ്ലിംകൾ രക്തസാക്ഷികളായി. അവരിൽ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റദിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃസഹോദരനും ബദർ യുദ്ധത്തിലെ പ്രമുഖ പോരാളിയുമായിരുന്നു. ഹംസയുടെ വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വലിയ ദുഃഖമുണ്ടാക്കി. യുദ്ധത്തിന്റെ അവസാനം ഖുറൈശികൾ മദീന പിടിച്ചടക്കാതെ മക്കയിലേക്ക് മടങ്ങി. അതിനാൽ ഉഹ്ദിന്റെ ഫലം ഒരു ലളിതമായ വിജയമോ പരാജയമോ എന്ന രീതിയിൽ മാത്രം കാണാനാകില്ല. മുസ്ലിംകൾക്ക് വലിയ നഷ്ടമുണ്ടായെങ്കിലും ആ ദിവസം അവർക്കൊരു വലിയ പാഠം നൽകി. അത് അനുസരണത്തിന്റെ വിലയായിരുന്നു. ഒരു ചെറിയ നിർദ്ദേശം പോലും അവഗണിച്ചാൽ ഒരു വിജയത്തിന്റെ സ്ഥിതി എങ്ങനെ മാറിപ്പോകാമെന്ന് ഉഹ്ദ് കാണിച്ചു. അതോടൊപ്പം യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ച സഹാബികളുടെ ധൈര്യവും ത്യാഗവും ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെട്ടു. ഉഹ്ദ് യുദ്ധത്തിനുശേഷം ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ നിരവധി ആയത്തുകൾ ഈ സംഭവത്തിൽ നിന്ന് മുസ്ലിംകൾക്ക് പാഠങ്ങൾ നൽകുന്നു. വിജയം ലഭിക്കുമ്പോൾ അഹങ്കരിക്കരുത്. പരാജയം നേരിടുമ്പോൾ തളരരുത്. നേതൃത്വത്തെ അനുസരിക്കുക. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ഇതാണ് ഉഹ്ദ് യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന്. ക്രിസ്തുവർഷം 625-ൽ ഉഹ്ദ് പർവ്വതത്തിന്റെ താഴ്വരയിൽ നടന്ന ആ യുദ്ധം അവസാനിച്ചെങ്കിലും അതിന്റെ പാഠങ്ങൾ ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നു.
ഒരു യുദ്ധം എങ്ങനെ ഒരു സമൂഹത്തെ പരീക്ഷിക്കാം എന്നതിന്റെയും പരാജയത്തിൽ നിന്ന് എങ്ങനെ ശക്തി നേടാം എന്നതിന്റെയും ത്യാഗവും അനുസരണവും എത്ര പ്രധാനമാണെന്നതിന്റെയും ഒരു വലിയ ചരിത്രപാഠമായി ഉഹ്ദ് യുദ്ധം മാറി. ഉഹ്ദ് വിജയത്തിന്റെ മാത്രം കഥയല്ല, പരീക്ഷണത്തിന്റെയും ത്യാഗത്തിന്റെയും തിരിച്ചറിവിന്റെയും കഥയാണ്. ഇത്തരത്തിലുള്ള ചരിത്രപരമായ കഥകൾ കേൾക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് നൽകൂ.